പുതുകയാത്രയുടെ സമാപന വേദിയിൽ കയറി നിന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഞാൻ ഗ്യാരണ്ടി, ഞങ്ങൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 5 പ്രഖ്യാപനങ്ങൾ. അതിലേറ്റവും കൂടുതൽ എടുത്തു നിന്നത് സൗജന്യമായി സ്ത്രീകൾക്ക് KSRTC-യിൽ യാത്ര ഉറപ്പാക്കും, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുമെന്ന് പറയുന്നതൊക്കെ. നോക്കൂ നിങ്ങൾ, എന്ത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെയും കാറ്റിൽ പറത്തി ശീലിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ രാഹുലാണ് വന്നിട്ട് ഇന്ന് പുതുയുഗയാത്രയുടെ വേദിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രഹസനമായി മാറുകയാണത്. എന്താണ് കോൺഗ്രസ് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഓരോ ഉറപ്പുകളുടെ നിലവിലെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് എവിടെയാണ് രാഹുൽ പറയുന്ന ഉറപ്പ് വെറും വാക്കായി പോകാനുള്ള സാധ്യതകളെ കുറിച്ച് ഈ രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് സർക്കാർ നൽകിയതിനു ശേഷം അതിനൊപ്പം തന്നെ തല ഉയർത്തി ഞങ്ങളുടെ വീടുകളും ഉണ്ടാകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം എത്രയാ കേരളത്തിൽ? എന്നിട്ട് കഴിഞ്ഞ ദിവസം പ്രഹസനത്തിന് കാടിന് മുകളിൽ കൊണ്ടുപോയി ഒരു കല്ലിട്ടു കോൺഗ്രസ് നേതാക്കൾ. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും അവിടെ മുഴുവനും ചപ്പും ചവറും പ്ലാസ്റ്റിക് കുപ്പികളും അന്ന് വന്ന നേതാക്കൾ കഴിച്ചിട്ടിട്ട് പോയതിന്റെ അവശിഷ്ടങ്ങളും നിറഞ്ഞു നിൽക്കുക. സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ട് പോലും അതെടുത്തു മാറ്റി വെച്ച കല്ലിന് മുകളിൽ ഒരു കഷണം കല്ല് വെച്ചിട്ടെങ്കിലും പ്രഹസനം കാണിക്കാൻ പോലും കഴിയാതെ പരാജയപ്പെട്ടു പോയ കോൺഗ്രസ് ആണ് കഴിഞ്ഞ 1 മാസക്കാലം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാഥാർത്ഥ്യങ്ങളെ കോലം മറിച്ച് കളയുന്ന യാത്രയുടെ കൗതുക കാഴ്ചകളായി നേതാക്കളുടെ അടിയും അഭിപ്രായ വ്യത്യാസവും പകൽ പോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന ഓരോ സദസ്സും ചിരിക്കുള്ള വകകൾ നൽകി കേരളത്തിൽ കടന്നുപോയി. അനന്തപുരിയിൽ അവസാനിച്ച പുതുയുഗ യാത്രയുടെ അവസാനത്തിൽ രാഹുൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എല്ലാം മറന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ അതിലേക്ക് നോക്കി നിൽക്കുമെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് കൂട്ടങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ വാക്കുപാലിക്കാതിരിക്കുന്നതിനുള്ള ഉറപ്പുണ്ടല്ലോ, വാക്കുപാലിക്കാതിരിക്കാൻ നിങ്ങൾ പാരമ്പര്യമായി കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു പാരമ്പര്യമുണ്ടല്ലോ, അത് മറന്നിട്ട് കേരളം നിങ്ങളിലേക്ക് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. കാരണം നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞ വാക്കുകൾ തൂഫാൻ പോലെ ഇളകിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ 100% ഉറപ്പിച്ചു പറയാം, രാഹുൽ ഇന്ന് നടത്തിയ പ്രസ്താവനയെയും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനസ്സുകൾ ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എവിടെയാണ് KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന്? ഉമ്മൻചാണ്ടി സർക്കാർ KSRTC-യെ ഇടതുപക്ഷ സർക്കാരിലേക്ക് കൈമാറുമ്പോൾ എന്തായിരുന്നു അതിന്റെ അവസ്ഥ എന്നും ഇന്ന് മാരിയാടൻ മുഹമ്മദ് പറഞ്ഞ വാക്കുകൾ ഈ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ രംഗത്ത് ശക്തമായി പ്രചരിക്കുന്നുണ്ടെങ്കിൽ, സാലറി കൊടുക്കാൻ കഴിയാതെ കട്ടപ്പുറത്തായ ബസ്സുകളുടെ എണ്ണം ഓരോ മാസവും കൂടിക്കൂടി വരുന്നതും രാഷ്ട്രീയ കേരളവും കണ്ടുപോയതാണ്. അവിടെ നിന്നാണ് ഡബിൾ ഡെക്കറുകളും വോൾവോകളും അടങ്ങുന്ന ബിസിനസ് ക്ലാസ് ബസ്സിലേക്ക് വരെ കൃത്യമായി 1-ാം തീയതി സാലറി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ KSRTC രൂപാന്തരം പ്രാപിച്ചു വന്നത് KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ. അവിടെ നിന്നിട്ടാണ് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുള്ള KSRTC വകുപ്പിൽ KSRTC-യിലെ യാത്രയ്ക്ക് സ്ത്രീകൾക്ക് സൗജന്യമായി സൗകര്യമൊരുക്കുമെന്ന്. ഇതിനും വലിയ പ്രഹസനം എന്താണുള്ളത്? വയനാട് ടൗൺഷിപ്പിൽ കല്ലിട്ട് കാട് കയറാൻ അനുവദിച്ചതുപോലെ തന്നെയാണ് ഈ പ്രഖ്യാപനവും എന്ന് പറയാം. വസ്തുതാവിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ, യാഥാർത്ഥ്യത്തോടൊട്ടും ചേർന്ന് നിൽക്കാത്ത പ്രഖ്യാപനങ്ങൾ. അതാണ് എന്നും കോൺഗ്രസ് എക്കാലത്തും ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കി പോരുന്നത്.